നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ. അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വല. ഇന്ന് വൈകുന്നേരം രാജകുമാരി വരും. രാജകുമാരിയോ? ആശാന് തമാശ. ഇന്ന് ബ്ലൗസ് തച്ചു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ? അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. എടാ എടാ, ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങനെ കടക്കില്ല. ആശാൻ അവർ തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ? നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരോ. ബ്ലൗസ് വെച്ചോ? എന്ത് ചോദ്യ രാജകുമാരി ഇത്? അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ? അളവ് ബ്ലൗസ് തന്നിരുന്നല്ലോ. അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ചാ രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല. എന്റെ രാജകുമാരി, ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ? അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത്. ശരിയാ, ഞാനതങ്ങ് മറന്നു. പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം. അതിന് 1 മണിക്കൂർ സമയം പോരെ? രാജകുമാരി വാ, അളവെടുക്കാം. വാ. ഒന്നും കൂടെ തിരിഞ്ഞു. ഇനിയേ ആ കൈ ഒന്ന് പൊക്ക്. 34. എത്ര? 34. കൈ പൊക്കേണ്ടിരുന്നോട്ടെ, അതൊരു കുഴപ്പമില്ല. കൈ പൊക്കില്ല, കൊല്ലാനൊന്നല്ലല്ലോ. 35. എഴുതറ. 35. തിരിഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടില്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്? അവിടുന്ന് പിരിച്ചു വിട്ടു. 10. എഴുതാ. 10. 18. എഴുതാ തെണ്ടി. എന്തൊക്കെ ആശാൻ? അയ്യോ, അവിടെ ആശാനല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാൻ വരുന്നത് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ? നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് കഴിക്കുന്നുണ്ട് അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. രണ്ട് ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ, അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ? അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം, എങ്കിലും നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ. ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പൊക്കോളൂ. ഞാൻ പിന്നാലെ ഉണ്ട്. കൊല്ലാനൊന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ. ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം. ആശാന് അമ്പലം പിന്നെ അച്ഛനെ അമ്മൂട്ടി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം. ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ? ശരാ, എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ, എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തെ പച്ചക്കിളിയെ നിന്നെ ഞാൻ പാടത്തെ പച്ച. എടാ കൊച്ചാപ്പി, എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല, അതെന്തായിരിക്കും ആശാനെ? എടാ, നീ ബീഡി വലിച്ചു കുത്തിയല്ലേടാ? അയ്യോ, ഞാൻ വലിയ നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ നിന്നെ ഞാൻ ശരിയാക്കാം. സിഗരറ്റാ? ഓ,
വിൽസ് പാക്കറ്റിൽ ചാർമിനാറാ. അതെ, ആ. ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ? നിന്റെ ഒരു വെയിറ്റ്. ഓ ടിങ് ടാങ്. ഓ ഓരോരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ആഹാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിലെ ആപ്പറേറ്ററാ. ആഹാ. കല്യാണം കഴിയുന്ന അന്ന് മുതലേ നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ആഹാ. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ. എന്നാലും ഉള്ളത് ഞാൻ പറയും. തനിക്കും കൂടി അടി കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാൽ അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീയായിട്ട് അങ്ങനെ വെച്ചാൽ സാരില്ല. വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ ആരാ ഒരു പോലീസുകാരനായി. നീ പറഞ്ഞത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ സ്ഥലം മാറ്റാം. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും ഒരു ഓപ്പറേറ്ററും. കല്യാണം എവിടെ നിന്ന് എടുത്തിട്ട് നടന്ന നീ പറയണേ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും എവിടുന്നെങ്കിലും കടവും വായ്പയും വാങ്ങി നമുക്കതങ്ങ് നടത്താം. ആ അച്ചുതൊട്ടാരോട് വാങ്ങിയിട്ടുള്ള മുതല് പോട്ടെ, പലിശ പോലും കൊടുത്തിട്ടില്ല. ആ, പറയാൻ മറന്നു, ഇന്ന് ആ തട്ടാര് വന്നിരുന്നു. ഉവ്വോ. ഇത്തിരി പൊന്നും പൊടിയും ഒക്കെ എന്റെ കയ്യിലും ഉണ്ടല്ലോ. എല്ലാം കൂടി എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് നടത്തണം. ഇങ്ങനൊരു കാര്യം ഒത്തു കിട്ടാനാ പാട്. ശാന്തേ, അമ്മുവിനെ കുറിച്ച് എനിക്ക് വിചാരില്ലാന്നുണ്ടോ? എപ്പോഴും അവളാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സില് ഒരാലോചന ഇല്ലാതില്ല. എന്താ അത്? അല്ല, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് എന്റെ ഒരു ശങ്ക. ഭാർഗവേട്ടൻ നല്ലതല്ലേ ആലോചിക്കൂ. നല്ല കാര്യമാണെങ്കിൽ നമുക്കത് നടത്താം. പറയൂ ഭാർഗവേട്ട. ആലോചിച്ചിട്ട് അതേ ഒരു വഴി കാണുള്ളൂ. അല്ല, അതുകൊണ്ട് എനിക്കും നിനക്കും അമ്മുവിനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കടം കയറി പെരുകൂല്ല. എന്താണെന്ന് വെച്ചാ തുറന്നു പറ ഭാർഗവേട്ട. പറയാം. ഒരു പുണ്യപ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് നീ കരുതണം. മനസ്സാ വാചാ കർമ്മണ ഈ ഭാർഗവേട്ടന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അമ്മൂനെ ഞാൻ തന്നെ അങ്ങോട്ട് കെട്ടിയാലെന്താ? ഇതിത്ര വലിയ കാര്യമൊന്നുമില്ല. നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന സംഭവാ. നമുക്കാണെങ്കിൽ ഒരാൺകുട്ടിയില്ല. ഇനി തൊട്ട് നിനക്കതിന് കഴിയൂല. എന്റെ കാലശേഷം നമ്മുടെ കടയൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ? എല്ലാം ഈശോന്ന് കരുതിയാ മതി. പൊന്നും പുടവയും തന്ന് നിന്നെ കെട്ടിച്ചയക്കാൻ ഈ ചേച്ചിക്കാവില്ല കുട്ടി. മോളെ, ഈ ചേച്ചിക്ക് ഇനി നിന്നോടൊന്നേ പറയാനുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ഒളിച്ചു പൊയ്ക്കോ. മനസ്സും ശരീരവും മരവിച്ച് ഈ ചേച്ചിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ. നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാ? എന്താ എന്താ പിള്ള ചേട്ടാ, വിശേഷം വല്ലതും ഉണ്ടോ? നിനക്ക് നേരിട്ട് അളവെടുത്താലേ തയ്യൽ വരത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്ലൗസ് കൊണ്ടുവന്നാല് ആ ബ്ലൗസ് വെച്ച് അളവെടുക്കാം. പിന്നെ സ്വന്തക്കാരാവുമ്പോ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അല്ല നന്നാവാൻ വേണ്ടി. നീ ഇവിടെ കുറെ നന്നാക്കുന്ന ലക്ഷ്യമുണ്ട്. അടിച്ചു. അയ്യോ, എന്നെ തല്ലല്ലേ. ഭാര്യ യൂട്രസ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്ക. തല്ലിയ കേടുപറ്റേ. നിന്റെ തിരിച്ചുള്ള തെറണ മണി കൊണ്ടോ അവന്റെ ഒരു അളവെടുപ്പ്.
ആശാനേ നീ എവിടേക്കാണ് ഓടിപ്പോയത്? അതെ ഞാൻ ഇവരെ വിളിച്ചോണ്ടരാനാ. എന്തിനാ എന്റെ ശവം പൊക്കിക്കൊണ്ടുപോവാനാ? മനുഷ്യന് സമാധാനമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാൻ ഇത് പൂട്ടി വല്ല ബോംബെക്ക് പോകാൻ പോവാ. ഒരളവെടുത്തതിന് ഇത്ര വലിയ പ്രശ്ന.